സ്കൂൾ കലോത്സവങ്ങളിലെ മത്സരങ്ങളുടെ വിധി പ്രസ്താവിക്കുന്നത് കൃത്യവും കുറ്റമറ്റതുമായിരിക്കണമെന്ന് PS സുബാൽ MLA അഭിപ്രായപ്പെട്ടു. കലാമത്സരങ്ങൾ കുട്ടികൾ തമ്മിലാണ്. എത്ര പരിശ്രമിച്ചാലും ചില പാളിച്ചകൾ ഉണ്ടായേക്കാം. എല്ലാവരെയും ഒരുമിച്ച് കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘാടകർക്ക് കഴിയണമെന്നും MLA പറഞ്ഞു. അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. ആ കലോത്സവത്തിന്റെ വേദികളിൽ അത് ആ കാഴ്ചകൾ കാണാനായി എത്തിച്ച് ഒരു വലിയ അനുഭവമായിരുന്നു നമുക്കുണ്ടായി. ഒരു അപാകതയുമില്ലാതെ പോരായ്മയുമില്ലാതെ ആ കലോത്സവം ഏറ്റവും വിജയകരമായി നടത്താൻ കഴിയും. നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവം നമുക്ക് അഞ്ചലിൽ ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിയും. എനിക്ക് ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും പറയാനുള്ളത്, കുഞ്ഞുങ്ങളുടെ ഒരു കലോത്സവം എന്നുള്ള തരത്തിൽ ഒരു പരാതിയുമില്ലാതെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും ഭംഗിയായി, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, മനസ്സാറ് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഈ കലോത്സവ വേദിയിൽ ഉണ്ടാകില്ല. കാരണം വലിയ മത്സരാർത്ഥികളാണ് വരുന്നത്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, നിങ്ങളുടെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അതിലൊക്കെ മുതിർന്ന ആളുകൾ ഒരുപാട് ഇടപെടേണ്ടി വരും. അതിൽ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കൃത്യമായിട്ടുള്ള ജഡ്ജിങ് ആയിരിക്കണം നടത്തുന്നത്. പലപ്പോഴും തർക്കമുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾക്കാണ്. അതിലൊരു അപാകതയും ഉണ്ടാകാൻ പാടില്ല, അതിലൊരു തർക്കമുണ്ടാകാൻ പാടില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തിയാൽ ഒരു പരാതിക്കും ഇടയുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കലോത്സവത്തിനായി ലോഗോ തയ്യാറാക്കിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യയെ ചടങ്ങിൽ അനുമോദിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G അജിത്ത, M ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K ഷാജി, C അംബികാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ജോസ്, ഈസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു തുടങ്ങി ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും നടന്നു.
തുടർന്ന് ഈസ്റ്റ് സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള 7ഓളം വേദികളിൽ മത്സരങ്ങൾ ആരംഭിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.